അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. എന്തെന്ന് വെച്ചാൽ പല ആളുകളുടെയും പരാതിയെക്കുറിച്ചിട്ടുള്ള ഒരു പരിഹാരമാണ്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഉസ്താദെ, ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് നല്ല നിലക്ക് പെരുമാറാറില്ല. അല്ലെങ്കിൽ പറയും, ഉസ്താദെ, എൻ്റെ ഭർത്താവ് എന്നോട് നല്ല നിലക്ക് പെരുമാറാറില്ല. ഞാൻ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് റോങ് ആയിട്ട് വല്ലാത്തൊരു പ്രത്യേക സ്വഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നത് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ കാരണക്കാരറിയോ? നമ്മൾ തന്നെയാണ്. ഓരോ ഭാര്യയും ഓരോ ഭർത്താവും തന്നെയാണ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്നതാണ്. അതെങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? ഒരു ഭർത്താവ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിളിക്കുന്ന സമയത്ത് ഭാര്യയോട് ചോദിക്കുകയാണ്, എന്തൊക്കെ വർത്താനം, സുഖല്ലേ? സുഖമാണ്. കുട്ടികളൊക്കെ എവിടെ? പോയോ? ഇങ്ങനെയുള്ള ഒരു തരം ചോദ്യങ്ങൾ മാത്രം, വീട്ടിലത്തെ വിശേഷങ്ങൾ മാത്രം ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ഫോൺ കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഭാര്യ ചില സമയത്ത് ഭർത്താവിനോട് പെരുമാറേണ്ട രീതിയിൽ ചിലപ്പോൾ പെരുമാറൂല. അവർ വിളിച്ചിട്ട് പറയുന്നതായിരിക്കും, ഇന്നത് വേണം, വീട്ടിലേക്ക് അരി കഴിഞ്ഞിട്ടുണ്ട്, മുളക് കഴിഞ്ഞിട്ടുണ്ട്, മല്ലി കഴിഞ്ഞിട്ടുണ്ട്, ഇത് മാത്രം പറയും. എന്നിട്ട് ഫോൺ കട്ടാക്കുകയും ചെയ്യും. അവർ കൊണ്ടുവരുമ്പോൾ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്കൊന്ന് ഇരിക്കുമ്പോൾ ഭർത്താവ് മനസ്സിലാക്കേണ്ടത്, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സ്നേഹത്തോടെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കണം, അത് ആദ്യം ചോദിക്കേണ്ടത് അവളുടെ വിശേഷങ്ങളാണ്. മനസ്സിലാക്കണം, അവളുടെ വിശേഷങ്ങളാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. ഭാര്യയാണെങ്കിൽ ആദ്യം എവിടെ ജോലിക്ക് പോയി, എന്തൊക്കെ ഭക്ഷണം കഴിച്ചോ, ഉച്ചയ്ക്ക് ഞാൻ തന്ന ഭക്ഷണം കഴിച്ചോ, പിന്നെ എന്തൊക്കെ ഓഫീസിലൊക്കെ റാഹത്തന്നല്ലേ എന്നുള്ള ചോദ്യങ്ങളും കൂടെ ഭാര്യ ചോദിക്കുക. എന്നിട്ട് വേണം എനിക്ക് ഇന്നത് വേണമെന്നുള്ളത് പറയാൻ. മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നമ്മുടെ കുടുംബജീവിതം വളരെയധികം സന്തോഷപ്പെടുത്താൻ നമ്മളെ കൊണ്ട് കഴിയും. ഭാര്യ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നമാണ് എന്ന്, ഭർത്താവ് മനസ്സിലാക്കുന്നു ഇത് എൻ്റെ ഭാര്യയുടെ പ്രശ്നമാണ് എന്ന്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരോട്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അതിൽ നിന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു, അവൾ എന്താണ് ഇങ്ങനെ നമ്മൾ സങ്കടപ്പെടുന്നു. മനസ്സിലായോ? പിന്നീട് നമ്മൾ പല പ്രശ്നങ്ങൾ, സംശയ രോഗങ്ങളിലേക്ക് വരെ പോകുന്നു. അവൾ എന്നോട് നല്ല നിലയിൽ പെരുമാറുന്നില്ല, അപ്പം മനസ്സിലാക്കുന്നു അവൾക്ക് വേറൊരാളുമായിട്ട് ബന്ധമാണ്. മനസ്സിലാക്കണം നമ്മൾ. പിന്നെയോ അതേപോലെ തന്നെ ഭർത്താവ് എന്നോട് നല്ല നിലയ്ക്ക് പെരുമാറുന്നില്ല, ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് പിന്നെ ഒരു കോള് വന്നാൽ മതി ഭാര്യയ്ക്ക് സംശയം തുടങ്ങാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ്. നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് നമ്മൾ തന്നെ വലിയ പ്രശ്നങ്ങളായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നു. എന്നിട്ട് അതിലൂടെ നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ ജീവിതവും എല്ലാം നശിക്കുന്നു. ഈ ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നു. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതം വളരെ സന്തോഷമാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമ്മൾ സ്വന്തം നന്നാവുക, നമ്മുടെ കുടുംബത്തെ നമ്മൾ നന്നാക്കുക. നമ്മൾ നാട്ടിൽ നല്ലൊരു നാട്ടുകാരനും, വീട്ടുകാർക്കിടയിൽ നല്ലൊരു വീട്ടുകാരനും, കൂട്ടുകാർക്കിടയിൽ നല്ലൊരു കൂട്ടുകാരനുമാകാൻ നമ്മൾ ശ്രമിച്ചാൽ അതിന് സാധിക്കും. അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കൂ, ഒരു നഷ്ടവും അതിൽ നിന്ന് വരാനില്ല. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്, നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെയുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ തേടി മറ്റുള്ളവരെ അപേക്ഷിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ തന്നെ സ്വയം ഒന്ന് ചിന്തിക്കുക, എന്ത് ചെയ്താൽ എനിക്കത് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ നമ്മളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അതിലൂടെ വേറിട്ട് നിൽക്കുന്ന വലിയ ബന്ധങ്ങളെ ഒന്നും കൂടെ അടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അടുത്തതിനെ ഒന്നും കൂടെ അടുപ്പിക്കാനും നമ്മളെ കൊണ്ട് കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരോട് എങ്ങനെയായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്, എങ്ങനെയായിരുന്നു ഇടപെട്ടിരുന്നത് എന്ന് നമ്മൾ ചരിത്രം പഠിക്കുക. ആ ഹബീബിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. അവിടുത്തെ ജീവിതത്തിൻ്റെ ശൈലികൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവിടുത്തെ ഓരോ ഭാര്യമാരോടും എങ്ങനെയാണ് ഇടപെട്ടിരുന്നത് എന്ന്. നമ്മുടെ ഭാര്യമാരോടും നമ്മൾ അതുപോലെ ഇടപെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ എങ്ങനെ മനസ്സിലാക്കണം, അത് ഹബീബിൻ്റെ ബീവിമാരുടെ ചരിത്രങ്ങൾ എടുക്കുക, എന്നിട്ട് പഠിക്കുക. അവരെങ്ങനെയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിൽ നിന്നിരുന്നത്, അതുപോലെ നമുക്ക് നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മുടെ ജീവിതം അതിൽ മറ്റൊരാളും കടന്നു വരില്ല. മറ്റുള്ളവരോട് പോയിട്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്നല്ലാതെ അതുകൊണ്ടൊരു പരിഹാരവും നമുക്ക് നേടാൻ കഴിയില്ല. പരിഹാരം നേടാൻ കഴിയുന്നത്
സ്വയം നമ്മൾ നന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ മാത്രമാണ്. അള്ളാഹു നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തരട്ടെ. നമ്മുടെ ഇൽമുകളൊക്കെ അള്ളാഹു നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.